ലോകത്ത് വന്ന ഒറ്റ പ്രവാചകനും എന്നെ വിളിച്ചോളൂ എന്നൊരു നബിയും പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് നബിമാരൊക്കെ പറഞ്ഞത് റഹ്മാനായ റബ്ബിനെ വിളിക്കണേ, റബ്ബിലേക്ക് ക്ഷണിക്കാനാ ഞാൻ വന്നത്, ഇത് പറയാനല്ലേ അമ്പിയാക്കൾ വന്നത്. വിശുദ്ധ ഖുർആനിൽ ഓരോ നബിമാരെ എണ്ണി എണ്ണി പഠിപ്പിച്ചപ്പോൾ, അവരൊക്കെ നിർവഹിച്ച ദൗത്യം പറഞ്ഞപ്പോൾ, ദഅവത്ത് പറഞ്ഞപ്പോൾ അവിടൊക്കെ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂലായ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ഖൗമിലേക്ക് നാം നിയോഗിച്ചു. അദ്ദേഹം ചെന്ന് പറഞ്ഞ കാര്യം എന്താ? യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ആരാധൻ നിങ്ങൾക്കില്ല, അവനല്ലാതെ ഇലാഹ് നിങ്ങൾക്കില്ല. ഇത് പറയാനാ ഒന്നാമത്തെ റസൂൽ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. ഓരോ നബിമാരെയും കുറിച്ച് അല്ലാഹു തആല പറഞ്ഞുവല്ലോ, വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചു. അദ്ദേഹം ചെന്ന് പറഞ്ഞതെന്താ? യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. വഇലാ സമൂദ അഖാഹും സ്വാലിഹ, സമൂദുകാരിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെ നാം നിയോഗിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. മദിയൻ എന്ന നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ശുഐബ് അലൈഹിസ്സലാം, അദ്ദേഹം പറഞ്ഞത് യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ആരാധ്യരില്ല. എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.